all the officials. അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർസുകൾ നിൽക്കുമ്പോൾ അവർക്ക് നിന്നും കേൾക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? And they have a very beautiful movie upcoming as well. So I request Sajjad to please step forward and speak a few words about our movie as well as the biggest motivation for our kids. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലയാസ കിഡ്സ് ഫാഷൻ ഷോയിലെ എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ അഭിനന്ദനങ്ങൾ. കുറച്ച് പേരുടെ വാക്ക് കാണാൻ പറ്റി, വളരെ ഗംഭീരമായിട്ടുണ്ട്. കുട്ടികളെ ട്രെയിൻ ചെയ്ത ട്യൂട്ടേഴ്സോട് പറയാൻ നോക്കുന്നത് എനിക്കറിയില്ല, അറിയാവുന്ന വർഷങ്ങൾക്ക് മനസ്സിലായതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഗുരുക്കൾക്ക് അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിന് മുന്നേ തിരുവനന്തപുരത്ത് ഇതുപോലെ ഫംഗ്ഷൻ വന്ന മാളികപ്പുറത്തിൻ്റെ പ്രൊമോഷൻ സമയത്താണ്. അന്ന് എനിക്ക് നല്ല കൈയടി കിട്ടിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്താണ് സ്നേഹം എനിക്ക് അന്ന് മനസ്സിലായതാണ്. ഈ പടത്തിനും ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഒരു നല്ല സിനിമ തന്നെയായിരിക്കും. കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് വരുന്ന ആരും നിരാശപ്പെടേണ്ടി വരില്ല. ഇതിപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻസുള്ള മൂഡാണ്. എന്നാൽ അതിനുള്ളിൽ ഒരു ഫാമിലി ഇമോഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് അമ്മമാർക്കുള്ള ഇരിപ്പുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു അമ്മ മകൻ ബന്ധം ഈ സിനിമയിലുണ്ട്. അതാണ് ആനന്ദ് ശ്രീബാലയിലെ ആനന്ദും ശ്രീബാലയും. തീർച്ചയായിട്ടും ഞാൻ ഇനിയും തിരുവനന്തപുരത്തേക്ക് വരുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ ഈ സിനിമയുടെ സക്സസ്സും ഇതേ രീതിയിൽ ആഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ഇതിൽ കൂടുതൽ കയ്യടി ഞങ്ങൾ പറഞ്ഞു. പിന്നെ തിരുവനന്തപുരത്തുകാരോട് എനിക്ക് ഇവിടെ വന്നൊരു സ്പെഷ്യൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ ആനന്ദ് ശ്രീബാലയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതിന് മുന്നേ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനുള്ള ഇടയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ ഒരു വേദിയിൽ നിന്ന് കണ്ണു നിറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഒരു ടെലിവിഷൻ വേദിയിൽ നിന്ന് ഒരു ഓഡീഷൻ സമയത്തല്ലത്. അദ്ദേഹത്തിന് ആ ഓഡീഷനിലെ പെർഫോമൻസ് ഒരു പക്ഷേ ആ ജഡ്ജസിന് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ടാവാം അദ്ദേഹം പുറത്തായി. പക്ഷെ ആ പുറത്തായ വീഡിയോ കണ്ടപ്പോൾ ആ ചെറുപ്പം ഞാൻ ജനിച്ചു വളർന്ന നാടാണ് തിരുവനന്തപുരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുവനന്തപുരത്ത് വന്ന എൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിനെ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. എൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഇവൻറ്റിനെ കുറിച്ച് ഒന്ന് പറയണം. ഞങ്ങൾ ആക്ച്വലി അടുത്ത ആഴ്ച റിലീസായത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രൊമോട്ട് ചെയ്യണം. ഇത് നേരത്തെ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ഇത് ഫുൾ ലെങ്ത് കാണാൻ മിസ്സായിപ്പോയി എന്ന് വേണം പറയുന്നത്. കാരണം അത്ര ഇംപ്രസീവായിരുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ടു എവരിവൺ ഇൻവോൾവ്ഡ്. ഞങ്ങളുടെ സിനിമ നേരത്തെ പറഞ്ഞത് കണക്കൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ആനന്ദ് ശ്രീബാല എന്നാണ് പേര്. ആനന്ദ് ശ്രീബാല എന്നാണ് ഇതിൻ്റെ നായകൻ്റെ പേര്. അർജുൻ അശോകനാണ് ചെയ്തത്. ഒരു ക്യാരക്ടർ ഡ്രിവൺ ഫിലിമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, സംഗീത ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അഭിനയിച്ച് സംഗീത ചേച്ചി ഇതിനകത്തൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നത്. പിന്നെ സൈജു ജനവരുണ്ട്, അപർണയുണ്ട്, അസീസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പറ്റം ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ഒരു മെഗാ ഹിറ്റ് സിനിമയായ മാളികപ്പുറത്തിന് ശേഷം ചെയ്ത